നമസ്കാരം. സോംജീസ് മിററിൽ മണി ടാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 അവസാനത്തെ ദിവസത്തെ ട്രേഡിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. മാർക്കറ്റ് നന്നായി വോളറ്റൈലായി രാവിലെ നല്ല രീതിയിൽ താഴോട്ട് പോയി. 23,500 റെസിസ്റ്റൻസൊക്കെ ഭേദിച്ച് താഴോട്ട് പോയി. പക്ഷേ ക്ലോസിംഗ് ടൈം ആയപ്പോൾ ഇന്നലത്തെ റേറ്റിൽ തന്നെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇൻഡെക്സ് 23,644 ആ ലെവലിൽ തന്നെ ഇന്നലെ ക്ലോസ് ചെയ്തു. ഇന്നും അതേ ലെവലിൽ എത്തിയിട്ടുണ്ട്. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ന്യൂസുകളുടെയൊക്കെ ബലത്തിൽ ചില ഷെയറുകൾ മുന്നോട്ട് പോകുന്നു, ചിലത് താഴോട്ട് പോകുന്നു. വലിയ വ്യത്യാസങ്ങളൊന്നും മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റിനെ ബാധിച്ചിട്ടില്ല. പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ അതിനനുസരിച്ച് ഉത്സാഹ കൂടുതലൊന്നും കാണാനില്ല. എല്ലായിടത്തും തന്നെ മാർക്കറ്റിൻ്റെ അടുത്ത വർഷം അത്ര സമ്പന്നമാവില്ല എന്ന രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും അടുത്ത സാമ്പത്തിക വർഷത്തിലെ ആദ്യത്തെ ഭാഗം അത്ര മെച്ചമാകില്ല. ഇതൊന്ന് കോൺസിസ്റ്റൻ്റ് ആയതിനു ശേഷം വരുന്ന രണ്ടാം ഭാഗത്തിൽ മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് വരും എന്നാണ് എല്ലാവരും ഇപ്പോൾ പറയുന്നത്. കാരണം ഇവിടെ കൺസംഷൻ കുറഞ്ഞു വരികയാണ്. അത് കൂട്ടാതെ ഒരു മുന്നോട്ട് പോക്ക് സാധ്യമല്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നുള്ള ചെലവാക്കലുകൾ കൂടണം. അപ്പോൾ ഗവൺമെൻറ് സ്പെൻഡിങ് കൂടിക്കഴിഞ്ഞ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലായാലും മറ്റ് നിർമ്മാണ മേഖലയിലായാലും ഏതിലും ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് കൂടി പുതിയതായി ആളുകളുടെ കയ്യിലേക്ക് പണം ചെല്ലണം, പുതിയ ജോലി ഉണ്ടാകണം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു ഉയർച്ച രണ്ടാം ഭാഗത്തിലെങ്കിലും പ്രതീക്ഷിക്കുന്നു എന്നാണ് പലരും ഇപ്പോൾ പറയുന്നത്. അതെന്തുമാകട്ടെ, പുതുവർഷം നന്നായി വരട്ടെ. പുതുവർഷത്തിലെ പ്രതീക്ഷകൾ നമ്മൾക്കെല്ലാം നിലനിൽക്കട്ടെ. ആ പ്രതീക്ഷകൾക്കനുസരിച്ച് നമ്മളുടെ കാര്യങ്ങൾ, സാമ്പത്തികമായുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും തികച്ചും സമ്പൽ സമൃദ്ധമാവട്ടെ 2025 എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഞാനൊരു 12 ഷെയറുകളുടെ ഒരു ലിസ്റ്റ് നോക്കി വെച്ചിട്ടുണ്ട്. അതിലൊരു 6 ഷെയറുകളെ സംബന്ധിച്ച് ഇന്ന് ഈ വീഡിയോയിൽ പറയാം. അടുത്തത് പിന്നീടാകാം. മറ്റൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള നിക്ഷേപം എന്ന് പറഞ്ഞാൽ അത് മാർക്കറ്റ് ഇത്രമാത്രം വോളറ്റൈലാകുമ്പോൾ അതിൻ്റെ ഗുണം ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടുകളാണ്. അപ്പോൾ നല്ല മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് ഒരു വീഡിയോ അടുത്തുണ്ടാകും. അപ്പോൾ നമുക്ക് പുതിയതായി നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു 6 ഓഹരികളെ നമ്മൾക്കിപ്പോൾ പരിചയപ്പെടാം. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതും ഞാൻ നേരത്തെ തന്നെ പലതിൽ പറഞ്ഞിട്ടുള്ള ഷെയറുകളുമുണ്ട്. ഇതിൽ പുതിയതായിട്ട് ചിലതിനെ ആഡ് ചെയ്തിട്ടുമുണ്ട്. അവയുടെ പ്രവർത്തനങ്ങൾ 2025 മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ആണ് ഞാനിതിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് മാർക്കറ്റിൻ്റെ ഡീവിയേഷനുകൾ എങ്ങോട്ടൊക്കെയാണെന്ന് നമുക്ക് പറയാറായിട്ടില്ല. അല്ലെങ്കിൽ ഏത് സെക്ടറുകളാണ് ഏറ്റവും മികച്ചു വരുന്നത് എന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണയിലെത്താമെന്നല്ലാതെ കൃത്യമായി നമുക്ക് പ്രവചിക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. മാർക്കറ്റ് ഇതുപോലെ താഴോട്ട് വരികയും വീണ്ടും സ്റ്റെബിലൈസ് ചെയ്ത് മുന്നേറാൻ സമയം ആകുമ്പോഴേക്കും അത് പല സെക്ടറുകളെ തിരഞ്ഞെടുത്ത് അതിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരും. അങ്ങനെ വരുമ്പോൾ മാത്രം നമുക്കതിനെ കൃത്യമായി നമുക്ക് മാർക്ക് ചെയ്യാനാവുകയുള്ളൂ. ഇപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിലുണ്ടാകുന്ന ഓരോ വാർത്തകളും ഇപ്പോൾ ഷെയറുകളിൽ പ്രതിഫലിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിലുണ്ടാകുന്ന ചലനങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ മാർക്കറ്റിനെ ബാധിക്കും. അങ്ങനെ അന്താരാഷ്ട്ര മാർക്കറ്റിലും മെച്ചപ്പെടാൻ സാധ്യതയുള്ള മേഖലകളിലൊക്കെയായിരിക്കും അടുത്ത വർഷത്തിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാനാകുക എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഷെയറുകളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി നമുക്ക് നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു ഷെയറാണ് എനിക്ക് പരിചയപ്പെടുത്താനുള്ളത്. വണ്ടർലയാണ്.
വണ്ടർല കഴിഞ്ഞ ക്വാർട്ടറിൽ നഷ്ടം രേഖപ്പെടുത്തിയ കമ്പനിയാണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ അതിൻ്റെ പ്രവർത്തനം വളരെ പുറകോട്ട് പോയി. കാരണങ്ങൾ പലതാണ്. മഴക്കാലം ആണെന്നുള്ളതാണ് മെയിനായിട്ടുള്ള അവർ പറയുന്ന കാരണം. അപ്പോൾ മഴക്കാലത്ത് അധികം ആളുകൾ അങ്ങോട്ട് ഈ ഇത്തരം ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് വരാൻ തയ്യാറായില്ല. വണ്ടർല ഹോളിഡേയ്സിനെന്ന് പറഞ്ഞാൽ അത് ഒരു പാർക്കാണ്. അപ്പോൾ മഴ പിടിച്ച് നിന്നാൽ ശരിക്കും അതിന് ബുദ്ധിമുട്ടുകളാവും. ആളുകൾക്ക് അങ്ങോട്ട് ചെല്ലാൻ താല്പര്യമുണ്ടാകില്ല. അത് മാനേജ്മെൻറ്റ് പറഞ്ഞ കാര്യത്തിൽ കുറച്ച് കാര്യമുണ്ട്. അങ്ങനെയാണ് ആ ക്വാർട്ടർ മോശമായത്. അടുത്ത ക്വാർട്ടറൊക്കെ മികച്ച രീതിയിലാകുമെന്ന് തന്നെയാണ് അവർ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ ആയി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു കമ്പനിയാണ് വണ്ടർല എന്ന് എനിക്ക് തോന്നുന്നു. ഈയിടെ അവർ QIP നടത്തി 800 കോടിയൊക്കെ സമാഹരിക്കുകയുണ്ടായി. അതൊക്കെ ഇതിൻ്റെ പുതിയ പാർക്കുകൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. എന്തുമാവട്ടെ, വണ്ടർല ഹോളിഡേയ്സ് അടുത്ത വർഷത്തെ ഒരു തികഞ്ഞ മുന്നേറ്റക്കാരനായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ആ ഷെയർ ഇപ്പോൾ ഏകദേശം അതിൻ്റെ 52 ആഴ്ച താഴ്ചയിലാണ് കിടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിനൊരു തീർച്ചയായിട്ടും ഒരു മുന്നേറ്റ സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ക്വാർട്ടറിനേക്കാൾ മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്നാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കതിനെ ഒരു നമ്മുടെ ലിസ്റ്റിലൊന്ന് ഉൾപ്പെടുത്തുക. വാങ്ങുന്ന സമയം നിങ്ങൾ തീരുമാനിക്കുക, വാങ്ങേണ്ടുന്ന റേറ്റ് നിങ്ങൾ തീരുമാനിക്കുക. അതൊക്കെ ഒന്ന് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം അതിലിടപെടുക. വണ്ടർല ഹോളിഡേയ്സ് ഇപ്പോൾ കിടക്കുന്നത് ഇന്നത്തെ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ 730 രൂപയിലാണ്. അതിൻ്റെ 52 വീക്ക് ലോ ആണത്. 726 ലോ കിടക്കുന്നത്. 1107 രൂപ വരെ അത് പോവുകയുണ്ടായി. അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 4707 രൂപയുള്ളൂ. അങ്ങനെ ഒരു ഷെയറാണ് വണ്ടർല ഹോളിഡേയ്സ്. അതിൻ്റെ ROCE 19.8 ROE 14.7. അപ്പോൾ നമ്മൾ ഇതൊക്കെ നോക്കി ആയിരിക്കും വാങ്ങാനൊക്കെ ശ്രമിക്കുന്നത്. പക്ഷേ ഈ കണക്കുകളിലെ കാര്യങ്ങളിൽ സാധാരണഗതിയിൽ ഷെയറിൻ്റെ വില നിൽക്കാറില്ല. അത് അതിനനുസരിച്ചുള്ള രീതിയിലേക്ക് പോകും, താഴോട്ടാണെങ്കിലും മുകളിലോട്ടാണെങ്കിലും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്നാൽ തന്നെയും ഞാൻ പറയുകയാണ്, നമ്മളുടെ അത്തരം ശ്രദ്ധകൾ കൊണ്ട് അതിനെ നമുക്ക് ഗുണപ്രദമാകുമെന്ന് പറയാൻ പറ്റില്ല. മാർക്കറ്റിലുണ്ടാകുന്ന ന്യൂസുകളോ അല്ലെങ്കിൽ ആ ഷെയറിനെ സംബന്ധിച്ച് ആ കമ്പനിയെ സംബന്ധിച്ച് വരുന്ന ചില പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളോ ഒക്കെയാണ് അധികവും മാർക്കറ്റിനെ സ്വാധീനിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിൽ കൂടിയാൽ ലാഭം കൂടിയാൽ, പ്രവർത്തന മികവ് കൂടിയാൽ അതിനുണ്ടാകുന്ന നേട്ടങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ പ്രൊമോട്ടേഴ്സ് 69.79% ഷെയർ ഹോൾഡ് ചെയ്യുന്നു. FIs അതിനകത്ത് ഷെയർ ഹോൾഡിംഗ് കൂട്ടിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ. ഈ ക്വാർട്ടറിൽ അത് 3.6% ആയിരുന്ന FIസിൻ്റെ ഹോൾഡിംഗ് 8.19% വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ DIs അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് കൂട്ടിയിട്ടുണ്ട്. 6.95% ഉണ്ടായിരുന്നു 12.12% ഉയർത്തിയിട്ടുണ്ട്. പബ്ലിക്കിൻ്റെയാണ് കുറഞ്ഞത്. പബ്ലിക്കിൻ്റെ 19.65% ഉണ്ടായിരുന്നു 17.4% മാറിയിട്ടുണ്ട്. അപ്പോൾ അത് FIസും DIസും ഒക്കെ അതിൽ ഷെയർ ഹോൾഡിംഗ് കൂട്ടി പബ്ലിക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് കുറഞ്ഞിരിക്കുന്നു. പിന്നെ അതിനകത്ത് കുറവ് വന്നത് പ്രൊമോട്ടേഴ്സിൻ്റെയാണ്. പ്രൊമോട്ടേഴ്സ് 69%, 69.79% ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ 62.26% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം മാറ്റങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ കമ്പനി ഓണേഴ്സിന് മികവാകുമെന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത് ഈ മാറ്റങ്ങൾ. അപ്പോൾ വണ്ടർല ഹോളിഡേയ്സ്. അടുത്തതായിട്ട് KFin ടെക്നോളജീസാണ്. KFin ടെക്നോളജീസിന് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. KFin ടെക്നോളജീസ് എന്ന് പറഞ്ഞാൽ അതൊരു IT മേഖലയിലെ സർവീസ് പ്രൊവൈഡറാണ്. അതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ ഷെയർ ട്രാൻസാക്ഷനുകൾ, ഷെയറിന് മ്യൂച്വൽ ഫണ്ടിൻ്റെ ട്രാൻസാക്ഷനുകൾ, ഇതിൻ്റെയൊക്കെ ഹോൾഡിംഗ്, അങ്ങനെയുള്ള സംവിധാനം. CDSLൻ്റെ മറ്റൊരു വിഭാഗമാണ് KFin ടെക്നോളജീസ്. KFin ടെക്നോളജീസാണ് ഇപ്പോൾ CDSLന് ഒരു എതിരാളിയായി വന്നിട്ടുള്ളത്. അപ്പോൾ KFin ടെക്നോളജീസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ
ഷെയർ വാല്യൂ വളരെയേറെ മുന്നേറി നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ. 1535 രൂപയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 27,201 കോടിയാണ്. ഹൈ എന്ന് പറയുന്നത് 1641 52 വീക്ക് ഹൈ, ലോ 479. PE 91.1, അതിൻ്റെ ബുക്ക് വാല്യൂ 770.9 ആണുള്ളത്. ROCE 30.3, ROE 24.5%. KFin ടെക്നോളജീസിന് യഥാർത്ഥത്തിൽ നമ്മളുടെ ഇത്തരം മാർക്കറ്റിലെ പ്രവണതകൾ എന്തായാലും അതിന് വിജയിക്കാൻ പറ്റുന്ന ഒരു മേഖലയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപെട്ടതിന് ശേഷം മാർക്കറ്റ് ഇടിയുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതൽ ട്രാൻസാക്ഷനുകൾ നടത്തുന്നു, അല്ലെങ്കിൽ വിൽറ്റ് എടുക്കാൻ തയ്യാറാവും. ഈ ട്രാൻസാക്ഷനുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയുള്ള കമ്പനികളാണ്. അവർക്ക് അതിൻ്റെ വരുന്ന പേരുമാറ്റങ്ങളായാലും ഒരു DP അക്കൗണ്ട് തുടങ്ങുന്നു, ആ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ഇത്തരം സംവിധാനങ്ങളെല്ലാം നടക്കുന്നത് ഇവരിലൂടെയാണ്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് നന്നായി കുതിച്ചു കയറുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് കൂടുതൽ പണം വരുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ ട്രാൻസാക്ഷനുകൾ നടക്കുന്നു, കൂടുതൽ പ്രവർത്തനങ്ങൾ KFin ടെക്നോളജീസ്, CDSL അങ്ങനെയുള്ള കമ്പനികൾക്ക് ലഭിക്കുന്നു എന്നാണ് അതിനർത്ഥം. അവർ വരുമാനം കൂട്ടുന്നു. അപ്പോൾ ആ മേഖലയിൽ നിൽക്കുന്നതായതുകൊണ്ട് തന്നെ വലിയ തിരിച്ചടികൾക്ക് പെട്ടെന്ന് സാധ്യതയില്ലാത്തൊരു ഷെയർ ആയിരിക്കും KFin ടെക്നോളജീസ് എന്ന് ഞാൻ കരുതുന്നു. 22.3 ടൈം 22.3 ഇരട്ടിയിലാണ് അതിൻ്റെ ബുക്ക് വാല്യൂവിലും ഇരട്ടിയിലാണ് അത് ട്രേഡ് ചെയ്യപ്പെടുന്നത്. കമ്പനി യഥാർത്ഥത്തിൽ ഡെപ്റ്റ് ഫ്രീ ആണ്. അങ്ങനെയുള്ള ഗുണങ്ങൾ അതിനുണ്ട്. മാർക്കറ്റിലെ ഉണ്ടാകുന്ന ഏത് ചലനങ്ങളെയും അതിജീവിക്കാൻ കെൽപ്പുള്ള കമ്പനിയാണ് ഇതുപോലത്തെ സർവീസ് ആയതുകൊണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കുക. അതിൻ്റെ ഷെയർ ഹോൾഡിങ്ങിൻ്റെ കാര്യങ്ങളും കൂടെ പറയാം. 33.4% പ്രൊമോട്ടേഴ്സിനുള്ളത്. FIEs അതിനകത്ത് ഈ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുമ്പോൾ അതിനകത്ത് 16.3% ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 24.61% മാറ്റിയിട്ടുണ്ട് FIEസിൻ്റെ ഹോൾഡിംഗ്. DIC 20.61. പബ്ലിക്കിൻ്റെ കയ്യിൽ 23.31 ആയിരുന്നത് 29.74 ആയിട്ടുണ്ട്, 21.74 ആയിട്ടേക്കും. അപ്പോൾ FIEs അതിൽ കൂടുതൽ താല്പര്യം കാണിച്ചിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ആ രീതിയിലാണ് KFin ടെക്നോളജീസ് കിടക്കുന്നത്. നഷ്ടസാധ്യതകൾ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ റിസ്ക് ഉള്ള ഒരു ഷെയറുകളിലൊന്നാണ് KFin ടെക്നോളജീസ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരുടെ പ്രവർത്തന മേഖല അങ്ങനെയുള്ളതായതുകൊണ്ട്. കമ്പനി ഒരു ഫ്രോഡായി നമ്മൾ ഇപ്പോൾ കണ്ടിട്ടുള്ള പല കമ്പനികളെയും പോലെ ഒരു ഫ്രോഡ് രീതിയിൽ നടത്തുകയാണ് ചെയ്യുന്നതെങ്കിൽ ഈ കണക്കുകളിലൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെയല്ലാത്ത ഒരു കമ്പനി ആയിരിക്കും KFin ടെക്നോളജീസ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതാണ് അതിനൊന്ന് നോക്കാനുണ്ടായ കാര്യം നിങ്ങളുടെ ലിസ്റ്റിൽ പെടുത്തുക. അടുത്തതായിട്ട് ടെക് മഹീന്ദ്രയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ വില 1100 ഇപ്പോൾ അത് മെച്ചപ്പെട്ടു. അത് 1705 രൂപയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിനൊരു മികച്ച സാധ്യതയുള്ള ഒരു ഷെയറാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് 2000 രൂപയൊക്കെ കടക്കാൻ അധികം നാളുകൾ വേണ്ടി വരില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ടെക്നോളജി മേഖലയ്ക്ക് കിട്ടുന്ന ഇമ്പോർട്ടൻസ് അവർക്ക് മുതലാക്കാനാവും. സത്യം ടെക്നോളജീസൊക്കെ ചേർന്നതിന് ശേഷം അതിൻ്റെ വാല്യുവേഷനിലേക്ക് അതൊന്നും കടന്നു വരാത്ത ഒരു കമ്പനിയാണ് ടെക് മഹീന്ദ്ര. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ അതിനൊരു സാധ്യതയുണ്ട്. ആ ടെക്നോളജി മേഖലയിൽ എല്ലാ ഷെയറുകളും തന്നെ ഉയരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. അമേരിക്കയിലെ സംഭവവികാസങ്ങൾ ടെക്നോളജി മേഖലയ്ക്ക് അനുകൂലമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കിയാലും ടെക് മഹീന്ദ്ര അങ്ങനെ മുന്നിലേക്ക് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് 1805 രൂപയും ലോ 1163 അത് ഈ ഫിനാൻഷ്യൽ ഇയർ ആദ്യമൊക്കെ കിടന്നത് ഈ ലെവലിലായിരുന്നു, 1163 1200 ലെവലിൽ. അപ്പോൾ അതിൽ നിന്നാണത് 1705 എത്തിയിരിക്കുകയാണ്.
അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിൻ്റെ കണക്കുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ PE 52.1 BV എന്ന് പറയുന്നത്, ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 270 ഉണ്ടെന്ന് ഓർക്കണം. ഫേസ് വാല്യൂ 5. ROCE 11.9%, ROE 8.63%. അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ പ്രൊമോട്ടേഴ്സിന് 35.02%, FIs 23.67%, DIs 30.9%. പബ്ലിക്കിൻ്റെ കയ്യിൽ 10% ഉള്ളൂ. അതാണ് ടെക് മഹീന്ദ്ര. ടെക് മഹീന്ദ്രയെക്കുറിച്ച് ഞാൻ നേരത്തെ കുറേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാവുന്ന, എല്ലാവർക്കും അറിയുന്ന ഷെയറാണ് ടെക്നോളജി മേഖലയിൽ. പണ്ട് ഫ്രോഡ് നടന്ന സത്യം കമ്പ്യൂട്ടേഴ്സിനെ ഏറ്റെടുത്ത് ഈ ടെക് മഹീന്ദ്രയാണ്. അപ്പോൾ ആ രീതിയിൽ ശരിക്കും പറഞ്ഞാൽ അതിനൊരു വില ഇതിനു മുമ്പേ അത് 2000 രൂപയൊക്കെ എത്തേണ്ട ഒരു ഷെയറാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങൾ അല്പം മുന്നോട്ട് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനെ ഒന്ന് ശ്രദ്ധിക്കാം. ഈ സാമ്പത്തിക വർഷം തുടങ്ങിയ പിന്നെ അവർ കൂടുതൽ പേരെ റിക്രൂട്ട് ചെയ്തതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതായത് തൊഴിലാളികളെ കൂടുതൽ അവർ ഹയർ ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ടെക് മഹീന്ദ്രയ്ക്കൊരു സാധ്യതയുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഈ മാർക്കറ്റിൻ്റെ നിശ്ചലാവസ്ഥയിൽ കിടക്കുന്ന മാർക്കറ്റിൽ ഇതുപോലുള്ള കമ്പനികളായിരിക്കും പ്രവർത്തനം മികച്ചതാക്കുക. അടുത്തത് KPIT ടെക്നോളജീസാണ്. KPIT ടെക്നോളജീസിനും ഇതുപോലെ ഈ പറഞ്ഞ പോലെ ഞാൻ 1-2 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു ഷെയറാണ് KPIT ടെക്നോളജീസ്. ഇതൊക്കെ പറയുന്നത് ഈ സെക്ടറുകളിൽ കൂടെ കുറേ പ്രാധാന്യം വരുന്നു എന്നതുകൊണ്ടാണ് ടെക്നോളജിയിൽ നിന്ന് ടെക് മഹീന്ദ്ര ആയാലും ഇതിനെയായാലും തിരഞ്ഞെടുത്ത്. KFIN പിന്നെ വ്യത്യസ്തമായൊരു ടെക്നോളജി മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അതുപോലെയല്ല KPIT ആയാലും ടെക് മഹീന്ദ്ര ആണെങ്കിലും. KPIT ടെക്നോളജീസ് 1465 രൂപയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നത്. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 40,281 കോടി രൂപയാണ്. ഹൈ എന്ന് പറഞ്ഞാൽ 1929 52 വീക്ക് ഹൈ. ലോ 1283. PE 55.5%. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 91.2, ഫേസ് വാല്യൂ 10 രൂപയാണ്. ROCE 38.4, ROE 31.2%. സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 16.1 ഇരട്ടിയാണ്. ബുക്ക് വാല്യൂയുടെ 16.1 ഇരട്ടിയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ പ്രൊമോട്ടേഴ്സ് 39.47%, FIs 22.23%, DIs 16.64%-ൽ നിന്ന് 17.52%-മായി ഈ ക്വാർട്ടറിൽ. FIസിൻ്റെ അത് കുറയുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ക്വാർട്ടറിൽ അവർ 2%-ഓളം കുറച്ച്, 1% കുറച്ചിട്ടുണ്ട്. 22.23-ൽ നിന്ന് 20.95%-ലേക്കാണ് അത് വന്നിട്ടുള്ളത്. പബ്ലിക്കിൻ്റെ കയ്യിൽ 21.11% ഷെയറുകളാണുള്ളത്. KPIT ടെക്നോളജീസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. KPIT ടെക്നോളജീസ് 1465 രൂപയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. അതിനെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. KPIT IT മേഖലയിലെ നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. അതിന് കൂടുതൽ മികവ് ഉണ്ടാകും. ഈ IT സെക്ടറിന് കിട്ടുന്ന മികവ് അവർക്ക് മുതലാക്കാനാവും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാവുന്നത് ലോറസ് ലാബാണ്. ലോറസ് ലാബ് 602 രൂപയിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുകയാണ്. 602.9. ലോറസ് ലാബിനെ ഞാൻ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ലോറസ് ലാബ് ഒരു 380 ഒക്കെ കിടന്ന സമയത്ത് നമ്മൾ പരിചയപ്പെട്ട ഒരു ഷെയറാണ്. ഇപ്പോൾ അത് 602 രൂപയിലാണ് ഇന്നത്തെ ക്ലോസിങ് എടുക്കുന്നത്. അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ 31,686 കോടി രൂപയാണ്. 52 വീക്ക് ഹൈ എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഹൈയിലാണ് നിൽക്കുന്നത്. 359 ലോ. അതിൻ്റെ PE എന്ന് പറയുമ്പോൾ 243, ബുക്ക് വാല്യൂ 76.7. ROCE 6 ഉള്ളൂ. ROE 3.97. ലോറസ് ലാബൊക്കെ മുന്നേറ്റം കാഴ്ചവെച്ച് തുടങ്ങുന്ന ഒരു
കമ്പനിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോറസ് ലാബിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരുടെ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളായാലും API ആയാലും ഒക്കെ അത് നല്ല രീതിയിൽ വരുന്നതേ ഉള്ളൂ. ഈ കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷം അത് വളരെ താഴെ പോയിരുന്ന ഒരു ഷെയറാണ്. വളരെ നാളുകൾ അങ്ങനെ അനങ്ങാതെ കിടക്കുകയായിരുന്നു. ഇപ്പോഴാണ് അതിനൊരു മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പറഞ്ഞാൽ പ്രൊമോട്ടേഴ്സ് 27%, 27.18% ഉള്ളൂ. FIs അതിൻ്റെ 1% കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്വാർട്ടറിൽ 26.08% ആയി. DIs 13.05. പബ്ലിക്കിൻ്റെ കയ്യിൽ 33.69% ഷെയറുകളാണുള്ളത്. ലോറസ് ലാബ് ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്നുകൊണ്ടിരിക്കുന്ന ഉയരുന്ന ഒരു ഷെയറാണ്, ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ഈ ഇത്തരം ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിന് വേണ്ട നടപടികളൊക്കെ ആയിട്ട് നടക്കുന്നു എന്നാണ് പറയുന്നത്. അതിനനുസരിച്ച് ഷെയർ ഹോൾഡിംഗ് അല്ലെങ്കിൽ ഷെയറിൻ്റെ വാല്യൂവിൽ വ്യത്യാസമുണ്ടാകും എന്ന് പ്രതീക്ഷയിലാണ് നമ്മൾ. മറ്റൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് അരബിന്ദോ ഫാർമ. അരബിന്ദോ ഫാർമയൊക്കെ ഇപ്പോഴാണ് ശരിക്കും ഒന്ന് കയറി വന്നിട്ടുള്ള ഒരു ഷെയറാണ്. ഇപ്പോൾ ഇന്നത് 1335 രൂപയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നൊക്കെ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 76.45 നമ്മളുടെ സൺ ഫാർമയോ അല്ലെങ്കിൽ ഡോക്ടർ റെഡ്ഡീസോ ഒക്കെ കഴിഞ്ഞാൽ നിൽക്കുന്ന ഒരു നല്ല മൂന്നാമത്തെ കമ്പനിയായിട്ടാണ് ഇവിടെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ നിന്നുള്ള മാർക്കറ്റ് ക്യാപ്പ് ഏറ്റവും കൂടുതലുള്ള മൂന്നാമത്തെ കമ്പനിയായിട്ടാണ് അരബിന്ദോ ഫാർമ. അതിന് അതിൻ്റെ 52 വീക്ക് ഹൈ എന്ന് പറഞ്ഞാൽ 1593, 958 ലോയുമാണ്. PE എന്ന് പറയുന്നത് ഇപ്പോൾ 20.9. അതിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ 527 ഉണ്ട്. ഫേസ് വാല്യൂ 1 രൂപയാണ്. ROCE 14.1, ROE 11.5% നിൽക്കുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് വരും ഈ തവണ എന്ന് കഴിഞ്ഞ ആഴ്ചയോ ഏതാണ്ടാണ് അതിൻ്റെ ബ്രോക്കിംഗ് സ്ഥാപനമായ JM ഫിനാൻഷ്യലോ ഒക്കെ അതിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. പല ബ്രോക്കറേജ് സ്ഥാപനങ്ങളും അതിനെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ ലിസ്റ്റിൽ. അപ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ആ ഷെയറിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അരബിന്ദോ ഫാർമയെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അതിൻ്റെ ഷെയർ ഹോൾഡിംഗ് കൂടെ നോക്കാവുന്നതാണ്. പ്രൊമോട്ടേഴ്സിന് 51.82% ഉണ്ട്. FIs 16.59 ഉണ്ട്. DIs 24.77%. അത് ഒരല്പം കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. DIs ഈ ക്വാർട്ടറിൽ 25.14 ആയിട്ടുണ്ട്. പബ്ലിക്കിൻ്റെ കയ്യിൽ 6.69 നിന്ന് 6.45 കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് അരബിന്ദോ ഫാർമ കിടക്കുന്നത്? 1335 രൂപയിലേക്കൊന്നും മാർക്കറ്റ് താഴ്ന്നു കിടക്കുന്ന ഈ സമയങ്ങളിൽ അവൻ മുന്നേറിയിട്ടുള്ള ഒരു ഷെയറാണ്. നമ്മൾക്ക് ശ്രദ്ധിക്കാം ആ ഷെയറിനെ ഒരിക്കൽ കൂടി. ഓക്കെ, തീർച്ചയായിട്ടും ഇത്തിരി നീണ്ടുപോയി എന്ന് എനിക്കറിയാം. എന്നാൽ തന്നെയും നിങ്ങളുടെ ശ്രദ്ധയിൽ പുതുവർഷത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കുന്ന മേഖലകളിലേക്ക് പോകാതെ തികച്ചും സ്വാഭാവികമായിട്ടുള്ള അടുത്ത മുന്നേറ്റം ഇന്നതിനൊക്കെ ആകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് IT മേഖലയും ഫാർമയൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിനെ നിങ്ങളും ശ്രദ്ധിക്കുക. ഇതൊന്നും ഒരു ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശമൊന്നുമല്ല. നിങ്ങൾ പരീക്ഷിച്ചതിന് ശേഷം മാത്രം മതി നിങ്ങളുടെ ലിസ്റ്റിൽ കൊണ്ടുവരിക. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ സെർച്ച് ചെയ്യുക, നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിക്കുക, എന്നിട്ട് മാത്രം നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം. അടുത്ത ലിസ്റ്റുമായി അടുത്ത വീഡിയോയിൽ ഇതിന് പകരമുള്ള 6 സ്റ്റോക്കുകളെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. ഇതാദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക, കമൻറ്റുകൾ ഇടുക. തീർച്ചയായിട്ടും നന്ദി ഉണ്ടായിരിക്കും. താങ്ക് യു.